കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യമാണ് എന്നുള്ളത്. രാജ്യത്ത് നടക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ ജമ്മു കാശ്മീരിൽ നടന്ന ഭീകര പ്രവർത്തനം ഒരിക്കലും മുസ്ലിമുകൾക്ക്, നമ്മുടെ ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക്, ഈ രാജ്യത്തുള്ള മറ്റുള്ള ആളുകൾക്ക് മനസ്സുകൊണ്ട് താങ്ങാനോ സഹിക്കാനോ കഴിയുന്നതല്ല. നമ്മുടെ രാജ്യം വളരെയധികം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും രാജ്യമാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രവർത്തനങ്ങളെ മനസ്സുകൊണ്ടോ ശാരീരികമായി ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ടും സാമൂഹികമായിട്ടും ഇതിനെ എതിർത്ത് ചെറുത്തു തോൽപ്പിക്കൽ മുസ്ലിമീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇസ്ലാമിന് ഭീകരവാദത്തിന്റെ മുഖമില്ല, ഇസ്ലാമിന് തീവ്രവാദത്തിന്റെ മുഖമില്ല. അന്യവരെ സ്നേഹിക്കാനും അന്യ ആളുകളെ ബഹുമാനിക്കാനും അന്യ മതത്തിൽപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കാണാനാണ് വിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അക്രിം ജാറക വലൗ കാന കാഫിറ, നിന്റെ അയൽവാസി മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. പിന്നെങ്ങനെയാണ് ഈ വിശുദ്ധമായ മതത്തിന്റെ തീവ്രവാദത്തിന്റെ മുഖമുണ്ടാവുക? അന്യനെ ബഹുമാനിപ്പിക്കാൻ പഠിച്ച, അന്യനെ സ്നേഹിപ്പിക്കാൻ പഠിച്ച ഈ മതത്തിന് തീവ്രവാദത്തിന്റെ മുഖം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് വിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവുമല്ല. എന്നാൽ ഇത്തരം ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് മതത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് മുസ്ലിമീങ്ങളായ നാം എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയിലേക്ക് അല്പമധികം വെള്ളം ഒഴിക്കണം. എന്തിനു വേണ്ടിയെന്ന് അറിയുമോ? വിശക്കുന്നതിന്റെ അയൽക്കാരന്റെ ഭക്ഷണം കൊടുക്കാൻ കറിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും അവർക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ഈ മാർഗ്ഗദീപത്തെ ഒരിക്കലും നമ്മൾ ചെറുതാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ സൗഹാർദ്ദത്തെ പറ്റി, മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ മനോഹരമായ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ മുസ്ലിമീങ്ങളെ എന്നല്ലേ വിളിച്ചത്? ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങൾ ഒരു ആണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. വജഅൽനാകും ശുഊബൻ ലിഖബാഇൽ തആറഫു, നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വ്യത്യസ്തമായ സമുദായങ്ങളാക്കിയത് പരസ്പരം തമ്മിലടിക്കാനില്ല, പരസ്പരം വെടിവെക്കാനില്ല, പരസ്പരം കൊലപാതകങ്ങൾ നടത്താനില്ല. ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഖുർആൻ പറയുന്നത് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾ കൊലപാതകങ്ങൾ നടത്താനോ നിങ്ങൾ അക്രമകാരികളായ ആളുകളോ ആവാൻ വേണ്ടിയല്ല, നിങ്ങൾ തിരിച്ചറിയുന്നവരാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഈ ആശയാദർശത്തെ നെഞ്ചോട് തിരുട്ട് വെച്ചുകൊണ്ടായിരിക്കണം നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. അക്രമത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അക്രമം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ വലിയ ഇരുട്ടുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോൾ ഹറജ് ലഭിക്കുന്ന കാലം വരും. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ഹറജ് നബിയെ? ഇത്രയും കാലം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ, വമൽ ഹറജു യാ റസൂലല്ലാഹ്, അൽ ഖത്ൽ, അത് കൊലപാതകം തന്നെ, കൊലപാതകം തന്നെ. കൊലപാതകം പരിഹരിക്കുന്ന കാലം വരാതെ ലോകം അവസാനിക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കൊല്ലുന്നവരറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവരറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നത് എന്ന്. അങ്ങനത്തെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടയാളങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ സമാധാനം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും വലിയ